എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഫിനിറ്റി പറഞ്ഞ ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, കമൻറ്റ് എടുക്കാനും മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അഫിനിറ്റി പി ബാധിച്ച ആൾക്കാരെല്ലാവരും കൂടെ ലിഫ്റ്റ് കയറിയിട്ട് പ്രസ് ചെയ്യുന്നതായിരുന്നില്ല ഓരോ ഫ്ലോറിലേക്ക് പോകേണ്ടതും. അതിനായിട്ട് ഒരു സൈറനും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതിന് സൈറൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി ഡയറക്ടറിൻ്റെ കയ്യിൽ തട്ടിയിട്ട് അറിയാതെ ഓണായിട്ടുണ്ടായിരുന്നു. സോ ഇവരെല്ലാവരും നിൽക്കുന്ന ആ ഒരു പ്ലേസ് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു സൈറൺ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോറും ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ സെക്യൂരിറ്റീസിൻ്റെ അടുത്തുള്ള ആ ഒരു പാസ്വേഡ് കീ എല്ലാവരും നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനുള്ളൊരു തെരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് ഓരോ തെരച്ചിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ഒരു ലിഫ്റ്റിൻ്റെ അവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കഥാനായികയായിട്ടുള്ള വൂയും അതുപോലെ തന്നെ നല്ല പരിശ്രമിച്ചിട്ടായിരുന്നു ഓരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ഒരു താക്കോൽ താഴത്തേക്ക് പോകാൻ നിന്ന് നമ്മുടെ ഡയറക്ടർ എറിഞ്ഞു കൊടുത്തത് അവൾ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ അടിയിൽ നിന്ന് കൈ വന്നിട്ട് നമ്മുടെ ഗൂ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൾക്ക് വേഗം കൊടുത്തിട്ട് അത് അവിടെ നിന്ന് ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇവൾ ഓരോ പ്രവൃത്തിയും ഭയങ്കര സാഹസികമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനും വലിയ കാര്യമായിട്ട് തന്നെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവളൊരു എന്തോ വലിയ സംഭവം ചെയ്യുന്ന പോലെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു ഷെയ്ക്കാനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഡയറക്ടർ അവിടെ വീണിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വീഴാൻ പോയ സമയത്തായിരുന്നു ആളെ കീ പിടിച്ചത്. സോ ഡയറക്ടറായിരുന്നു ആ കൈ ഷെയ്ക്കാനിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു പൊസസീവിൻ്റെ ജെലസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കാരണം അവനൊരു ഇഷ്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു രീതിയിലായിരുന്നു അവിടെ ആ ഒരു പ്രകടനം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷമാണെങ്കിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓരോ ഫ്ലോറിലും പോയിട്ട് ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാക്കി കഴിഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ പറ്റുള്ളൂ ആ ഒരു അഫിനിറ്റി ബി ബാധിച്ച ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോറിലും ഇങ്ങനെ പോയിട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങിയിട്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ കഥാനായികയാണെങ്കിൽ ആകെ ഭയപ്പെട്ട് നിൽക്കുക കേട്ടോ. എന്നാലും അവൾ നമ്മുടെ ഗൂവിൻ്റെ കൂടെ തന്നെ പോയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ പാസ്വേഡ് ബോക്സ് ആണെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബോക്സിൻ്റെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഇവർ അതൊക്കെയാണെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അവസാനം അവർക്ക് മനസ്സിലായി ഇത് ആ ഒരു ബോക്സ് അല്ല എന്നുള്ള കാര്യം. അങ്ങനെ അവർ അവിടെ നിന്ന് ഓരോ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് കറണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഥാനായകനാണെങ്കിൽ ആ കറണ്ടും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് തന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഥാനായികയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്താണെന്നുള്ള രീതിയിലൊക്കെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഥാനായകൻ പോയി നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അവിടെ എന്തോ സ്റ്റെക്കാണ് പോയത്. ആ ഒരു സമയത്ത് കറണ്ട് വന്നിട്ടോ. കഥാനായകൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളും ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓരോന്നും ഇവളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് ഉണ്ട്. സോ അതിലിങ്ങനെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണെങ്കിൽ ഇറങ്ങിയിട്ട് അവനെ കാണാത്തതുകൊണ്ട് തന്നെ അവിടെ വേറെ 2-3 ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഡോറിലേക്ക് പോയിട്ട് അവനെ തിരക്കാൻ നോക്കുകയാണ്. സോ തിരക്കുന്ന സമയത്താണെങ്കിൽ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൾ കൂളായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പേടിയോട് കൂടി തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അഫിനിറ്റി ബാധിച്ച വേറൊരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വേഗം ഭയങ്കര ഭീകരമായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവൾക്കൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഇവളോട് വേഗം തന്നെ പിടഞ്ഞാണെന്ന് പോകുന്നുണ്ടായിരുന്നു. മറ്റേ പുള്ളിക്കാരൻ്റെ നമ്മുടെ കഥാനായകൻ്റെ പേരൊക്കെ വിളിച്ച് ഓടുന്നുണ്ടായിരുന്നു. എന്നിട്ട് 2 പേരും കൂടെ കൂട്ടിമുട്ടുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൾക്ക് ഓടാൻ വയ്യ, അവൾ ക്ഷീണിതയായതുകൊണ്ട് തന്നെ ഇവൻ്റെ തോളിൽ കയറ്റിയിട്ട് ഇവിടെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ അവളെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ അവസാനം ഇവിടെ ഇറക്കാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ഇറക്കുന്ന സമയത്ത് ഇവൻ്റെ കഴുത്തിലുള്ള ആ ഒരു പാടുണ്ടല്ലോ, ആ പാട് ഇവൾ കാണുകയാണ്. ഈ പാട് 5 വർഷം മുന്നേ ആണെങ്കിൽ ഇതേ പാടുള്ള ഒരാളായിരുന്നത് അദ്ദേഹം, വേറൊരാൾ, ഈ കൊലപാതകി, ലൈക്ക് ഈ ഒരു അഫിനിറ്റി ബി ബാധിച്ചിട്ട് വീട്ടുകാരെ കൊന്ന ആൾ. സോ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള അതേ പാടന്നെ ഇയാളുടെ കഴുത്തിലുണ്ട്. സോ ഇത് കണ്ടിട്ടാണെങ്കിൽ അവൾ ഞെട്ടുകയാണ്. കാരണം ഞാൻ ഡൗട്ട് അടിച്ചപ്പോൾ തന്നെ അപ്പോൾ വീണ്ടും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഇവൾ ഈ ഒരു പാടും കാര്യങ്ങളും കണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കഥാനായകന് ഗൂവിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഗൂ ആണെങ്കിൽ തിരിഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത് കണ്ടോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി. ആ രീതിയിലുള്ള തോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ ബോധമോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. ഇവൾക്കൊരു ഞെട്ടലാണ്. കാരണം നല്ല രീതിയിൽ നല്ല പെരുമാറ്റമോ കാര്യങ്ങളൊക്കെ ഇല്ല ഇവളോട് ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ടറാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഇവൾക്കൊരു കൺഫ്യൂഷനാണ് ഇവനാണെന്നുള്ള ഉറപ്പോ കാര്യങ്ങളോ. പക്ഷെ ഇത് കണ്ടപ്പോൾ അവൾക്കൊരു ഉറപ്പോ രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് ചെറിയൊരു ഭയോ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ വിളിച്ചു കൊടുത്തേക്കൊന്നും വരാമെന്നുള്ള രീതിയിൽ സേഫ് ആക്കാനാണ് അവൻ നോക്കുന്നത്. സോ ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവനാണെങ്കിലോ ഇവരുടെ വയറിൻ്റെ അവിടെ പിടിച്ചിട്ട് മൊത്തത്തിൽ ഇവിടെ ചെറിയ സാധനമാണല്ലോ വേഗം തന്നെ പിടിച്ചിട്ട് സേഫായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട്
എന്നിട്ടാണെങ്കിൽ സേഫായ ഒരു സ്ഥലത്തേക്ക് ഇവളെ കൊണ്ടുപോയി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ വിചാരിക്കുന്നുള്ളത് അയ്യോ ഇനി പുള്ളിക്കാരൻ തിരിച്ച് വരില്ലേ, തന്നെ വല്ല ട്രാപ്പിലാക്കാൻ പോവുകയാണോ, മറ്റേ കൊലപാതകം ചെയ്ത ലൈക്ക് ഒരു FNTB ബാധിച്ചിട്ടുള്ള അദ്ദേഹമാണോ എന്നുള്ള രീതിയിൽ ഇവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആ ഒരു പുള്ളിക്കാരനെ ഗു ആണെങ്കിൽ അവിടെയുള്ള FNTB ബാധിച്ച ഓരോരുത്തരും നല്ല ഭയങ്കര മൃഗീയമായിട്ടാണല്ലോ നടക്കുന്നത്. സോ അവരൊക്കെ നല്ല അടിച്ചിടാൻ പോയതായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ടായത്. അങ്ങനെ അവിടെ ഒരു കയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് അവൾ തോട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു കയർ അവിടെ കെട്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴത്തേക്ക് വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൾക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിയിലാണെങ്കിൽ നമ്മുടെ ഗു അപ്പോക്കും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരെ കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര നോർമലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ആ ഒരു മൃഗീയമായ നോട്ടോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ ചാടിപ്പോൾ വേഗം തന്നെ ഇവ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ തട്ടി മറിഞ്ഞിട്ട് താഴത്തേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടാണെങ്കിൽ വേഗം തന്നെ ഇവർക്ക് ഭയങ്കര ഓഫ്വേർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടും ഒരാളെ മേലെ ഒരാൾ കണ്ണും നോക്കിയിരുന്ന് അവിടെ ചെറിയൊരു റൊമാൻറ്റിക് ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓഫ്വേർഡായിട്ട് തോന്നിയിട്ട് അവൻ വേഗം തട്ടി മാറ്റുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്. സോ നല്ല തണുപ്പോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകനാണെങ്കിൽ അവൻ്റെ കോട്ട് ഊരിയിട്ട് അവളെ പൊതിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ അവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന FNTB ബാധിച്ച ഒരു ഡയറക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഗു ആണെങ്കിൽ അത് കൂടെ ഓടുന്നുണ്ടായിരുന്നു. സോ ഗുവിൻ്റെ പിന്നാലെ തന്നെ FNTB ബാധിച്ച ആൾക്കാരെല്ലാവരും കൂടെ ഓടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഗുവിന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലൊരു ഇൻഹിബിറ്റർ ഉണ്ട്. ഇനി ആരെങ്കിലും അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ശമിപ്പിച്ച് നിർത്താൻ, ഒന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ലൈക്ക് ഒന്ന് വീക്കാക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഇതിൽ വന്നിട്ട് ഫോഴ്സിൽ വരുന്ന ഒരാളാവുമല്ലോ, ഇത് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വീക്കാവും, ഒന്ന് നോർമൽ ആവുന്ന രീതിയിൽ ഔട്ട് ഓഫ് മൈൻഡ് ആവും. സോ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് FNTB ബാധിച്ചിട്ടുള്ള ആൾക്കാർ മരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോ ആ കൺമുന്നിൽ വെച്ചിട്ട് ഒരാൾ ആ FNTB ബാധിച്ച ഒരാളുടെ കഴുത്ത് നെരിച്ച് കൊല്ലുന്നൊരു കാഴ്ച അവൾ കാണുന്നുണ്ട്. പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് അത് വേറെ ആരുമല്ല, ഇവിടെ ഉണ്ടായിരുന്ന അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗു ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഇവൾക്ക് ഇങ്ങനെ അപ്പം തന്നെ ഒരു ഡൗട്ടും കാര്യങ്ങളും ആ ഒരു മൃഗീയമായ നോട്ടം കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലായി ഇത് വേറെ ആരുമില്ല, ആ 5 വർഷം മുന്നേ തൻ്റെ വീട്ടിലുള്ള കൊലപാതകവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള FNTB ബാധിച്ച ഒരാളാണ്. സോ അന്നത്തെ അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ അവളവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ടോട്ടലി എന്നെ മനസ്സിലായില്ലേ എന്നുള്ള രീതി. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത് നീ എന്നെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം സമ്മതിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് നേരത്തെ തന്നെ നല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ട് വേറൊരാളെ കഴുത്ത് നിരിച്ച് കൊല്ലിനെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലായി ഇതെന്തോ അസാധാരണമായിട്ടുള്ള ശക്തിയോ കാര്യങ്ങളോ അവൻ്റെ കയ്യിലുണ്ട്. സോ ഇത് ഞാൻ 5 വർഷം മുന്നേ കണ്ട അതേ അയാൾ തന്നെയാണ്. ഇത് എന്തിനായിരിക്കും എന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം, എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തി നിങ്ങളുടെ കൂട്ടത്തിലാക്കിയിട്ടുള്ള എന്നെ യൂസ് ചെയ്യാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരമോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശിവൻ അതിന് പ്രോപ്പറായിട്ടുള്ള മറുപടിയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ അസാധാരണമായിട്ടുള്ള മനുഷ്യൻ എന്നോട് നോർമലായിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഡയറക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമലായിട്ട് എന്നുള്ള ബിഹേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള റിസൾട്ടോ ഒരു മറുപടിയോ കാര്യങ്ങളോ അവൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഹൈപ്പ് കൊടുക്കാത്തവർക്ക് ഒന്ന് ഹൈപ്പ് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ദിസ് ഈസ് അവൻ ബൈ.